അബ്രഹാം സാർ ഈശോമിശിഹായി സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഓക്കെ, നമ്മുടെ ഫേസ് സ്റ്റെപ്പിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ഇന്ന് കല്ലുരുട്ടി ഇടവകയിൽ ഇന്ന് കുർബാനയ്ക്ക് ശേഷം 8ാം ക്ലാസ് മുതൽ മുകളിലോട്ടുള്ള കുട്ടികൾക്ക് സമ്പൂർണ്ണ ബൈബിള് ഇടവക തലത്തിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കാണാൻ സാധിച്ചു. അപ്പോൾ അതിൻ്റെ സാഹചര്യവും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അത് നമ്മളെ ഇടവകയിലെ ഒരു റിട്ടയർഡ് ടീച്ചറായ ഏലിയാമ്മ ഉയപ്പടിക്കൽ എന്നവർ ഞങ്ങളോട് വന്ന ഒരു നിർദ്ദേശം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിച്ചത്. ഇത് കഴിഞ്ഞ വർഷമാണ് ആരംഭിച്ചത്. കഴിഞ്ഞ വർഷം ടീച്ചർ നമുക്ക് കഴിഞ്ഞ വർഷത്തെ 9, 10, 11, 12 ക്ലാസ്സിലെ കുട്ടികൾക്ക് സമ്പൂർണ്ണ ബൈബിള് ടീച്ചർ കൊണ്ടുതന്ന് വിതരണം ചെയ്തു. ഈ വർഷം ഇപ്പോൾ നമ്മൾ അതിപ്പോൾ 7ലെയും 8ലെയും കുട്ടികൾക്ക് സമ്പൂർണ്ണ ബൈബിള് നൽകി. ഏകദേശം ഇപ്പം ഒരു 100ഓളം സമ്പൂർണ്ണ ബൈബിള് ഈ കാലത്തിനിടയ്ക്ക് ടീച്ചർ സോമനസാല വാങ്ങി തന്ന് നമ്മൾ നൽകി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് കൊടുക്കാൻ താല്പര്യമുണ്ട്. ഇനി അങ്ങോട്ട് ടീച്ചർക്ക് ഇനിയും കൊടുക്കാൻ താല്പര്യമുണ്ട്. ടീച്ചറിന്റെ ആശയം എന്ന് പറയുന്നത് 4ാം ക്ലാസ് മുതൽ മുകളിലേക്ക്, അതായത് വായനയൊക്കെ ശരിക്കും അറിയാവുന്ന കുട്ടികൾക്ക്, ആദ്യവായന സ്വീകരിക്കാനുള്ള കുട്ടികൾ മുതൽ മുകളിലേക്കുള്ള കുട്ടികൾക്ക് അവരുടെ സ്വന്തം ഒരു പേഴ്സണൽ കോപ്പി നൽകി അവർക്ക് സൂക്ഷിച്ച് ബൈബിളുമായി കൂടുതൽ ആഴപ്പെടുന്നതിന് അത് വായിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന ഉദ്ദേശത്തിലാണ് ടീച്ചർ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ടീച്ചർ ആണെങ്കിലും അത് ടീച്ചറെ തന്നെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്ത് ടീച്ചറെ കൊണ്ടാണ് ഞങ്ങൾ കൊടുപ്പിക്കുന്നത്. കാണാൻ സാധിച്ചു. ടീച്ചർ അപ്പം ഭജന ബൈബിളുമായി ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങളൊക്കെ, പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടാണ് ടീച്ചർ അത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഫോളോ അപ്പ് നിങ്ങൾ എങ്ങനെയാണ്? ഇതിന്റെ ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഞങ്ങളിപ്പം ഇനിയിപ്പോൾ ഞങ്ങൾക്ക് 4, 5, 6, 3 ക്ലാസ്സുകൾ കൊടുക്കാനുണ്ട്. ഈ കൊടുത്ത കുട്ടികളോട് നമ്മൾ നിർദ്ദേശങ്ങൾ നൽകിയിട്ടാണ് കൊടുക്കുന്നത്. ഇത് വെഞ്ചരിച്ച ബൈബിളാണ് നൽകുന്നത്. അച്ഛനെ വെഞ്ചരിച്ച് കൊടുക്കുന്ന ബൈബിള് ആലസ്യമായിട്ട് എവിടെയും കൊണ്ടേ വെക്കാതെ നമ്മളെ വൃത്തിയുള്ള സ്ഥലത്ത് അവരുടെ ബെഡ്റൂമിൽ, അവരുടെ കിടപ്പ് മുറിയിൽ അലങ്കരിച്ച് വെക്കുകയും എന്നും എടുത്ത് ഒരു അധ്യായമെങ്കിലും വായിച്ച് ബൈബിളുമായി പഠിച്ച് ആഴപ്പെടുന്നതിന് ശ്രമിക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടാണ് നമ്മളിത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ ഉറപ്പ് വരുന്നുണ്ട്. ക്ലാസ് ടീച്ചേഴ്സ് മുഖാന്തരം അത് ചെയ്യുന്നുണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ ചോദിച്ച് അത് ഉറപ്പ് വരുത്തുന്നുമുണ്ട്. അവർ അത് ചെയ്യുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, അബ്രഹാം സാറേ, വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് കല്ലുരുട്ടി ഇടവകയിൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് വിശ്വാസ പരിശീലനത്തിൽ ആഴപ്പെടുന്നത് ബൈബിൾ കൂടെ പഠിക്കുമ്പോഴാണ്. അപ്പം ബൈബിൾ പഠിക്കാൻ, പ്രത്യേകിച്ച് സമ്പൂർണ്ണ ബൈബിൾ എല്ലാ കുട്ടികൾക്കും കൊടുത്ത് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് എടുക്കാൻ ഈ ഇടവകയിൽ പ്രത്യേകിച്ച് നിങ്ങൾ വിശ്വാസ പരിശീലന ഗ്രൂപ്പിന് സാധിച്ചത്. പിന്നെ പ്രത്യേക അഭിനന്ദനങ്ങൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.